ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒരു വോൾ മേക്ക് ഓവർ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഒരു DIY ടെക്സ്ചർ വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് DIY വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം വോൾ മേക്ക് ഓവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ DIY ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഈ കാണുന്നത് ഐക്കയിൽ നിന്ന് മേടിച്ചത് ഈ ഒരു ബോട്ടിലായിരുന്നു. കുറേ നാൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിഡ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ഒരു യൂഷ്വൽ കുപ്പി പോലെ അല്ലല്ലോ, അതൊരു വേസിൻ്റെ ഒരു ഷേപ്പുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മിഡിലിരിക്കുന്നത് ഒരു സാധാരണ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്. പക്ഷേ അത് ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു വിനീഗറിൻ്റെ ബോട്ടിലാണ്, അതും ഗ്ലാസ്സാണ്. അപ്പോൾ ആദ്യം ഞാൻ DIY ചെയ്ത് നോക്കുന്നത് ഈ 3 എണ്ണത്തിലാണ്. അതിനുശേഷം സക്സസ് ആയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന കുറച്ച് വേസസ് ചെയ്തു. ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള പേപ്പറൊക്കെ ഞാനത് ക്ലീൻ ചെയ്തിട്ട് വരാം. അത് നന്നായിട്ട് സ്ക്രബ് ചെയ്താൽ മതി, ഈസി ആയിട്ട് അത് പൊക്കോളും. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് ആദ്യം ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സോഡയാണ്, ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് നോക്കിയത് ബേക്കിംഗ് സോഡയിലാണ്. പിന്നീട് ഞാനത് ബേക്കിംഗ് പൗഡറിലും ചെയ്ത് നോക്കുന്നുണ്ട്. ഈ 3 വേസസും ഞാൻ ബേക്കിംഗ് സോഡയിലാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് കളേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വേണ്ട കളറ് ടെറാക്കോട്ടയുടെ കളറാണ്. അപ്പോൾ ആ ഒരു കളറ് ഞാൻ പല കളറും മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ, മെറൂണിഷ് കളറും വൈറ്റും ബ്രൗണും ലൈറ്റ് ബ്രൗണും ഒക്കെ കൂട്ടിച്ചേർന്ന് ആ ഒരു എക്സാക്റ്റ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളറ് ഉണ്ടാക്കിയെടുത്തു. നെക്സ്റ്റ് നമ്മൾ ഈ പെയിൻറ്റിലോട്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണ്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഇന്ന ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല, ഒരു അളവ് പറയാനൊന്നുമില്ല. കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണം നമുക്ക്, ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു ചെറിയ തിക്കായി വരുമ്പോഴത്തേന് നമുക്ക് നിർത്താം. പിന്നെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ തീരെ ലൂസായിട്ട് തന്നെയാണ് നിങ്ങളുടെ പെയിൻറ്റ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബേസിൽ അവസാനം കാണാൻ നമുക്ക് പെയിൻറ്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും, ടെക്സ്ചർ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബേക്കിംഗ് സോഡ നന്നായിട്ട് ആഡ് ചെയ്യണം, എന്നാൽ തിക്നെസ് കൂടി പോകാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് അടിച്ചു തുടങ്ങാം. അപ്പോൾ നല്ല തരിതരിപ്പോടെ ആയിരിക്കും പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് വിചാരിക്കില്ല, അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ആ തരിതരിപ്പ് വേണം, തരിതരിപ്പോട് തന്നെ വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് നേരം എടുക്കും ഇതൊന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബോട്ടിലിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എത്ര കോട്ട് ആവശ്യം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല നിങ്ങളുടെ പെയിൻറ്റിന് നല്ല കവറേജ് ഉള്ള പെയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 കോട്ടൊക്കെ മതിയാവും. അപ്പം എനിക്ക് 2 കോട്ടിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ 3 ബോട്ടിലും ഞാൻ 1 കോട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3 ഫ്ലവർ വേസസ് അല്ല കേട്ടോ, 3 ഞാൻ പറഞ്ഞ പോലെ 3 സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഗ്ലാസ് ബോട്ടിലാണ്. വിനീഗറിൻ്റെ ബോട്ടിലും മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും ഒക്കെയാണ്. ഇനി അത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് അടിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം ഗ്ലാസ് ആയിരുന്നു, കളർ വേസ് ഒന്നും അല്ലായിരുന്നു, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയിരുന്നത് കൊണ്ട് തന്നെ 2 കോട്ടിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ വീട്ടിലുള്ള എൻ്റെ ഫ്ലവർ വേസിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലൂവും പിങ്കും എൻ്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ട് വെച്ചിരുന്നതാണ്. ഈ ട്രാൻസ്പെറൻറ്റ് ഞാൻ ഈയിടെ മേടിച്ചതാണ്, ഡേ ടു ഡേ എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്ന്. അതിന് 4 ദറംസാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ 3 വേസിൽ നമുക്കൊന്ന് അടിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. പിന്നെ ഒരു നാഷണൽ പെയിൻറ്റിൻ്റെ അതൊരു വോൾ പെയിൻ്റാണ് കേട്ടോ, ബ്ലൂ കളർ. അപ്പോൾ അതാണ് ഞാൻ ഒരു വേസിൽ അടിച്ചത്. അപ്പോൾ ഒരു നേവി ബ്ലൂ കളറാണ് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ്
വേസിൽ അടിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ബേക്കിംഗ് പൗഡറാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്തപ്പം എന്താണെന്ന് പറ്റിയെന്ന് വെച്ചാൽ അതിങ്ങനെ പതഞ്ഞു പൊങ്ങും. നമ്മൾ പെയിൻറ്റിലോട്ട് ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ ബേക്കിംഗ് സോഡയിൽ അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ബേക്കിംഗ് പൗഡർ ഇടുമ്പം എന്തോ ഒരു റിയാക്ഷൻ സംഭവിച്ചിട്ട് പെയിൻറ്റ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. അതുകൂടാതെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ വെച്ച് നമ്മൾ മിക്സ് ചെയ്താൽ ഒട്ടും വെയിറ്റ് ചെയ്യരുത്, വേഗം തന്നെ പെയിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് തിക്കായി പോവും. പിന്നെ നമുക്കത് പെയിൻറ്റ് ഒട്ടും അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ വേഗം തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നമുക്ക് ആ പെയിൻറ്റും വേസ്റ്റാവും, ഒരു ടെക്സ്ചറും കിട്ടത്തില്ല, എല്ലാം കൂടെ കുളമാവും. അങ്ങനെ ഈ വേസിൽ ഞാനൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ എത്ര ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഒരു ടെക്സ്ചറൊന്നും അത് വരുന്നില്ല, ശരിക്കും പെയിൻറ്റ് അടിച്ച പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. അപ്പോൾ ഈ 4 വേസസിലും ഞാൻ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത 4 വേസസും റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ഈ വേസസ് സ്റ്റൈൽ ചെയ്തതും ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടും നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ ഫൈനൽ DIY നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തതാണ് ആ ലൈറ്റ് ഓറഞ്ച്, ബേക്കിംഗ് സോഡ യൂസ് ചെയ്തതാണ് ഈ ബ്രൗണിഷ് ടെറാക്കോട്ട. രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുമ്പം കുറച്ചൊരു റഫ് ടെക്സ്ചറായിട്ടാണ് വന്നത്. ബേക്കിംഗ് സോഡയാണെങ്കിലോ നല്ല സ്മൂത്ത് ഫിനിഷാണ് വന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം, ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു DIY നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു DIY ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.